ഇലാഹി സ്മരണയുടെ പാലാറിൽ നീന്തി തുടിക്കുന്ന സൂഫിയാക്കൾ. എക്കാലത്തും സൂഫിയാക്കൾ അനുവർത്തിച്ചു വരുന്ന കാര്യമാണല്ലോ വൈകീടിത്തരത്തിലാവുന്ന സമൂഹത്തെ സതുപദേശ ചികിത്സ നടത്തുക എന്നത്. അത്തരത്തിലുള്ള അബ്ദുൽ ഖാദർ ഇച്ചമസ്താൻ അവർ രചിച്ച ഒരു ആത്മീയ വിരുദ്ധത്തിൽ നിന്നും ഒരൽപ്പം നമുക്ക് കേട്ടു നോക്കാം. ഇൻഷാ വലിയ ഹിമ്മകൾ ചെയ്ത് പേർകളൊക്കെയും നിന്റെ ജീവിതം നീ നാശത്തിലാക്കിയോ മനുഷ്യ. വമ്പെടുക്കുവോർ ബലം നിന്റെ ഈ വമ്പത്തരവും കറവുമെല്ലാം മൗത്തതോടടുക്കലാ മരണം വരെ മാത്രമായിരിക്കുമെന്ന് നീ ഓർക്കണേ. വൻപിഴை ചുമந்து പേർകളൊക്കെയും ഹലാക്കിലായി വമ്പെടുക്കുവോർ ബലം മൗത്തതോടടുക്കലായി. വൻപിഴை ചുമந்து പേർകളൊക്കെയും ഹലാക്കിലായി വമ്പെടുക്കുവോർ ബലം മൗത്തതോടടുക്കലായി. താൻ സുനൂബ് ചുറ്റിയ ഹിജാബിനാലും ഗാഫിലായി, താൻ സുനൂബ് ചുറ്റിയ ഹിജാബിനാലും ഗാഫിലായി. താണും താണും തൗബ കൊണ്ട് തമ്പുരാനിൽ തേട് നീ, താണും താണും തൗബ കൊണ്ട് തമ്പുരാനിൽ തേട് നീ. വൻപിഴை ചുമന്ന് വൻപിഴை ചുമന്ന് പേർകളൊക്കെയും ഹലാക്കിലായി വമ്പെടുക്കുവോർ ബലം മൗത്തതോടടുക്കലായി. വൻപിഴை ചുമന്ന് പേർകളൊക്കെയും ഹലാക്കിലായി വമ്പെടുക്കുവോർ ബലം മൗത്തതോടടുക്കലായി. ചെയ്തു പോയ തിന്മകളുടെ കാഠിന്യത്താൽ നിന്റെ ഹൃദയം കറുത്തിരുണ്ട്. നന്മയിലേക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ നീ ഗാഫിലായിരിക്കുകയാണ്. അതുകൊണ്ട് മോനെ, നീ നിന്റെ നാഥനിലേക്ക് താണു കേണ് തൗബ ചെയ്തുകൊണ്ട് മടങ്ങിക്കോ എന്നാണ് ഇച്ഛ പറഞ്ഞു വെക്കുന്നത്. പൊന്നു വെള്ളിരത്നവും ഫലം പിടിത്തിടാത്ത നാൾ, പൊന്നു വെള്ളിരത്നവും ഫലം പിടിത്തിടാത്ത നാൾ. തന്ന പിള്ളകൾ ഉദക്കമറ്റ മൗത്ത് നാൾ, അണ്ണി തന്ന പിള്ളകൾ ഉദക്കമറ്റ മൗത്ത് നാൾ. വൻപിഴை ചുമந்து വൻപിഴை ചുമந்து പേർകളൊക്കെയും ഹലാക്കിലായി വമ്പെടുക്കുവോർ ബലം മൗത്തതോടടുക്കലായി. വൻപിഴை ചുമந்து പേർകളൊക്കെയും ഹലാക്കിലായി വമ്പെടുക്കുവോർ ബലം മൗത്തതോടടുക്കലായി. വിശുദ്ധ ഖുർആനിൽ ഉപദേശിക്കപ്പെട്ടതുപോലെ യൗമലായും ഫഅമാലും വലാ ബനൂൻ, അന്നേ ദിവസം എന്ത് തന്നെ ദണ്ഡം ചെയ്താലും ഉപകരിക്കാത്ത ആ നാളിൽ അന്നേ തന്റെ പിള്ളകൾ അഥവാ നിന്റെ മാതാപിതാക്കൾ, നിന്റെ സഹോദരങ്ങൾ, നിന്റെ സന്താനങ്ങൾ ആരും തന്നെ നിനക്ക് ഉദക്കം ചെയ്യുകയില്ല. അതുകൊണ്ട് മോനെ, നീ താണു കേണ് തൗബ ചെയ്തുകൊണ്ട് മടങ്ങിക്കോ എന്നാണ് ഇച്ഛ പറയുന്നത്. അങ്ങനെ തൗബ ചെയ്ത് സത്യസൽഭാന്തവിലേക്ക് നടന്നു നീങ്ങുന്ന ആളുകളുടെ കരം പിടിക്കാൻ സർവ സംഭവ സമാഹാരങ്ങൾക്ക് മുമ്പേ പിറവിയെടുത്ത ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് ആത്മീയാനുരാഗത്തിൽ ചാലിച്ച ഇച്ഛയുടെ മറ്റൊരു വിരുദ്ധം നമുക്ക് കേട്ടു നോക്കാം. സുൽത്താനിയത്ത് പല രാജാംഗമുള്ള നില, സിറിന്റെ സിറ് പെരുമാ. സുൽത്താനിയത്ത് പല രാജാംഗമുള്ള നില, സിറിന്റെ സിറ് പെരുമാ. സുബ്ഹാനവന്റെ മറനീക്കി പടച്ച തടി സർദാരിമാം റഹ്മാൻ, സർദാരിമാം റഹ്മാൻ. അല്ലാഹു പരമരഹസ്യങ്ങളുടെ ഒരു രഹസ്യമാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇച്ഛ തുടങ്ങുന്നത്. മാത്രമല്ല, സുബ്ഹാനായ അല്ലാഹുവിനും സൃഷ്ടിയുടെയും ഇടയിൽ ഒരു 70,000 നൂറാനിയത്ത് കൊണ്ടുള്ള മറകളുണ്ട്. ആ മറകളെല്ലാം കടന്ന്
ഖാബ ഖൗസൈനി അഥവാ ഒരു അമ്പും വില്ലും എത്ര അടുത്ത് നിൽക്കുന്നുവോ അത്രമേൽ അള്ളാഹുവിന്റെ സാമീപ്യം ഏറ്റുവാങ്ങിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഇച്ഛ നമുക്ക് പറഞ്ഞു തരികയാണ്. തുടരുന്നു. കൽബണ്ടവൻ ബലദിൽ അതിബാദിശാഖിദാനം വാരി കൊടുക്കും ദർബാരേ. കൽബാണ് ഒരു മനുഷ്യന്റെ സാമ്രാജ്യം. അത് നന്നായാൽ എല്ലാം നന്നാവും, അത് മോശമായാൽ വിപരീത ഫലവും ചെയ്യും. ആ കൽബെന്ന സാമ്രാജ്യത്തിലെ എത്ര വലിയ രാജാക്കന്മാർക്കും ധനം നൽകുന്നത്, ധനം എന്നത് അറിവും ആത്മീയതയുമാണല്ലോ. ആ ധനം നൽകുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദർബാറിനെ കുറിച്ച് ഇച്ഛ പറയുകയാണ്. കൽബണ്ടവൻ ബലദിൽ അതിബാദിശാഖിദാനം വാരി കൊടുക്കും ദർബാരേ. വാനം പറന്ന തടി ബഹറുൽ മുഹീതതിലും, വാനം പറന്ന തടി ബഹറുൽ മുഹീതതിലും ബഹദൂർ രാജ ഉലമാ, ബഹദൂർ രാജ ഉലമാ. ഏഴുവാനിൽ പറന്നുയർന്ന ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹ്റുൽ മുഹീത്ത്, ഈ പ്രപഞ്ചവും അർശുമെല്ലാം ഉൾക്കൊള്ളുന്ന ആ നൂറാനിയത്തിന്റെ ബഹറും കടന്ന് ഹബീബായ തങ്ങൾ ബഹദൂർ രാജ ഉലമ, അറിവാളന്മാർക്ക് എല്ലാവർക്കും രാജാവാണ്, ചക്രവർത്തിയാണ്. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരം പുണർന്ന് നാളെ സ്വർഗീയാരാമങ്ങളിലേക്ക് നടന്നു നീങ്ങാൻ നാഥൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന പ്രാർത്ഥനയും ചേർത്ത് വെച്ച് ഞങ്ങൾ ഇറങ്ങുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.